എം.ആർ. അജിത് കുമാറിനെ വീണ്ടും പിന്തുണച്ച സർക്കാർ. തൃശൂർ പൂരത്തിൽ അജിത്തിന് വീഴ്ചയെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് തിരിച്ചു നൽകി. മുൻ DGP നൽകിയ റിപ്പോർട്ടാണ് തിരിച്ചു നൽകിയിരിക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ട്. അനന്തൻ, എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും എന്ന് അല്ലേ വളരെ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് DGP തന്നെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ തയ്യാറാക്കിയ റിപ്പോർട്ട് തന്നെ സർക്കാർ തിരിച്ചു നൽകുന്നു. ഇതിൽ കൂടുതൽ ഒരു കരുതൽ വേണ്ടല്ലോ. ദിവിഷ്, തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബാണ് എം.ആർ. അജിത് കുമാറിനെ ആരോപണ വിധേയനാക്കിക്കൊണ്ട് റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ചത്. ഈ തൃശൂർ പൂരം അലങ്കോലമായപ്പോൾ അതിൽ കാര്യക്ഷമമായി അജിത് കുമാർ, അന്ന് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP എം.ആർ. അജിത് കുമാർ ഇടപെട്ടില്ല. തൃശ്ശൂരിലുണ്ടായിട്ട് പോലും അദ്ദേഹം മന്ത്രിയുടെ ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് കണ്ടെത്തിയിരുന്നത് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി. മാത്രമല്ല, കൃത്യവിലോപം കാണിച്ച എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിക്ക് കൂടി ശുപാർശ ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിലേക്ക് അന്നത്തെ DGP ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ വീണ്ടും സർക്കാർ തിരിച്ച് നിലവിലെ DGP റവട ചന്ദ്രശേഖറിന് കൈമാറിയിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അസാധാരണമായ നടപടിയാണ്. അത് എന്തിനു വേണ്ടിയാണ്? ഇനി റവട ചന്ദ്രശേഖരൻ പുതുതായിട്ട് ഇത് അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാനാണോ? അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ല. അതല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടത് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സർക്കാരിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് ഇരിക്കുന്നിടത്തോളം കാലം എന്തുകൊണ്ട് എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം നേരിടേണ്ടി വരും. ഒരുപക്ഷെ ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി, തൽക്കാലം നടപടി എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒരു സാങ്കേതിക കാര്യത്തിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗമായിരിക്കും ഈ റിപ്പോർട്ട് തിരിച്ച് DGPയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നതെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഏതായാലും എം.ആർ. അജിത് കുമാറിന് സർക്കാരിൻ്റെ സംരക്ഷണവും കരുതലും ഉണ്ട് എന്നുള്ള കാര്യം ഇതോടെ വ്യക്തമാണ്. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. DGPയുടെ റിപ്പോർട്ട് സർക്കാർ തിരിച്ചയക്കുമ്പോൾ എന്തായിരുന്നു ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ? അത് ഏത് നിലയിലായിരുന്നു ADGP അജിത് കുമാറിന് തിരിച്ചടിയാവുക എന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. തിരിച്ചയച്ച റിപ്പോർട്ടിൽ കൃത്യമായി അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന നിലയിൽ തന്നെയായിരുന്നു. എം.ആർ. അജിത് കുമാറിന് വീഴ്ച പറ്റിയോ എന്നതായിരുന്നു DGP അന്വേഷിച്ച വിവരം. അതിൽ ആ റിപ്പോർട്ടിൽ കൃത്യമായി അത് സംഭവിച്ചിട്ടുണ്ട്. അതായത് സ്ഥലത്തുണ്ടായിട്ടും ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, പൂര ദിവസത്തെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ സ്ഥലത്തുണ്ടായിട്ടും അത് അലങ്കോലപ്പെട്ടപ്പോൾ ADGP അജിത് കുമാർ ഇടപെട്ടില്ല എന്ന കൃത്യമായ കണ്ടെത്തലാണ് DGP തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലുള്ളത്. മുന്നറിയിപ്പുണ്ടായിട്ടും ജാഗ്രത പാലിച്ചില്ല. അതായത് ചില ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, അത് കണക്കിലെടുത്ത് പ്രവർത്തിക്കണമെന്ന മുന്നറിയിപ്പുണ്ടായിട്ട് പോലും ജാഗ്രത പുലർത്തിയില്ല എന്നതാണ്. ക്രമസമാധാന ചുമതലയിൽ ഇരുന്ന് കൃത്യവിലോപം നടത്തി. അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത്. ആ ചുമതലയിൽ ഇരിക്കെ തന്നെ അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിൽ ഇടപെട്ടില്ല. മന്ത്രിമാർ ഉൾപ്പെടെ ഫോണിൽ വിളിച്ചപ്പോഴും പ്രതികരിച്ചില്ല, ഉറങ്ങിപ്പോയെന്നാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണം എന്നാണ് അറിയുന്നത്. അജിത് കുമാറിനെതിരെ മന്ത്രി K. രാജനും മൊഴി നൽകിയിരുന്നു. മന്ത്രിമാരടക്കം മൊഴി നൽകിയിട്ട് പോലും അത് വെളിവാക്കുന്ന ഒരു റിപ്പോർട്ട് അത് സർക്കാരിന് മുമ്പിൽ എത്തിയപ്പോഴും അത് തിരിച്ചയക്കുന്നു. ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി ആദ്യഘട്ടത്തിൽ ശരിവെച്ചത്. പക്ഷേ അതാ ഇപ്പോൾ ആ റിപ്പോർട്ട് തിരിച്ചയക്കുന്നു. ഒപ്പം ADGP P. വിജയനെതിരെ വ്യാജ മൊഴി നൽകിയെന്ന ഒരു റിപ്പോർട്ടും അജിത് കുമാറിനെതിരായിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടും ഇപ്പോൾ സർക്കാർ തിരിച്ചയച്ചിരിക്കുന്നതാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട്, രണ്ട് P. വിജയനെതിരായ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ. ആ രണ്ടും P. വിജയൻ സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട് എന്ന മൊഴി നൽകിയെന്നത് അസത്യം എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ അജിത് കുമാറിൻ്റെ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് റിപ്പോർട്ടുകളാണ് സർക്കാരിൻ്റെ മുമ്പിലേക്ക് എത്തിയത്. പക്ഷേ രണ്ട് റിപ്പോർട്ടുകളും സർക്കാർ തിരിച്ചയച്ചുകൊണ്ട് എങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാമെന്ന് സർക്കാർ കാണിക്കുകയാണ്.